നിങ്ങളാണോ? എന്താ? ഞങ്ങള് സാറിനൊന്ന് കാണാമെന്നാ സാർ. സാർ എന്താ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാള് സാറെന്ന് വിളിക്കണത്. അയ്യേ. ആ, വീട്ടിൽ കയറി വന്ന ശത്രുക്കളാണെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അത് മര്യാദ കേടാ. വേണ്ട സാറേ. നീ എന്നെ സാറേന്ന് തന്നെയല്ലേ വിളിച്ചത്? അതെ. ഐ പൗഡർ ഓഫ് യു ബോയ്. ഇരിക്കി അവിടെ. കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? ഞങ്ങൾക്കൊന്നും വേണ്ട സാർ. അത് പറ്റില്ല. എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കല്ല, എന്റെ മിനിക്കാ. ചേട്ടാ, എന്ത് ജ്യൂസാ വേണ്ടത്? മുന്തിരി, പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, മൂസമ്പി, കാരറ്റ്, ഏതോ? ചേച്ചി, ഞങ്ങൾക്കൊന്നും വേണ്ട. ഇനി വന്ന കാര്യം പറ. ഞങ്ങളൊരു പ്രോജക്ടിന്റെ ഭാഗമായി കിഷോറിന്റെ ഭൂമിയിൽ കൃഷി ഇറക്കുന്നുണ്ട്. അത് നടക്കില്ല. പാർത്തമ്പിള്ളയുടെ ചാവടിത്തിന് കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. സാറ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഒന്നെങ്കിൽ സാർ തെങ്ങി കയറണം, അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും തെങ്ങി കയറ്റിക്ക് അനുവദിക്കണം. അത് രണ്ടും നടക്കില്ല. ഒരു മെമ്പറോട് തെങ്ങിക്കയറാൻ പറയുന്നത് അയാൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ജനകീയ ആസൂത്രണം വന്നതോടുകൂടി എനിക്ക് മൂത്തൊഴിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. മിനി, എന്റെ ബ്രീഫ് കേസ് കണ്ടെടുത്തേ. ബ്രീഫ് കേസ് നിറയെ ഞാൻ ഉറക്കൊഴിച്ചുണ്ടാക്കിയ പ്രോജക്റ്റുകളാണ്. ഇന്ന് ഞാൻ ആ പ്രോജക്റ്റുകൾ കളക്ടറിന് മുമ്പിൽ സമർപ്പിക്കും. മനസ്സിലായാന്ന്? മിനി, ഹറി അപ്പ്. മിനി, ഇത് വേണ്ടായിരുന്നു. എന്തോ അപ്പൊ ഇതാണല്ലേ പ്രോജക്ട് റിപ്പോർട്ടുകൾ. അപ്പച്ചേട്ടൻ കളക്ടർ വീട്ടിൽ തെങ്ങേറാൻ പോവാണോ? ഇപ്പോഴല്ലേ ബ്രീഫ് കേസ് എടുത്ത് ഇവിടുന്ന് വണ്ടി കയറുന്നതിന്റെ രഹസ്യം മനസ്സിലായത്. ഇപ്പോഴും തെങ്ങേറ്റം തുടരുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഗ്രാമസഭയും പഞ്ചായത്ത് മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ദൂരെ എവിടെയെങ്കിലും പോയി ഞാൻ തെങ്ങ് കയറാറുണ്ട്. നിങ്ങൾ എന്റെ മാനം കെടുത്തരുത്. നിങ്ങൾ പറയണത് എന്ത് ഞാൻ ചെയ്യാം, പ്ലീസ്. എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറിത്താ. അയ്യോ, അത് മാത്രം പറയരുത്. പാർത്തമ്പിള്ള എന്നെ വെറുതെ വിടില്ല. എങ്കിൽ ഇത് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഞാൻ വേണമെങ്കിൽ രാത്രി 7:30 മുതൽ 12:30 വരെ നിങ്ങൾ പറയണ ഏത് തെങ്ങിൽ വേണമെങ്കിലും കേറാം. മതി, അത്രയും മതി. അപ്പൊ രാത്രി തെങ്ങേറ്റം മുടങ്ങുന്നാ തോന്നുന്നത്. അതെ, ഒരു കാര്യം എനിക്ക് പറ്റിക്കോ. അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോണത്. മരം കൊത്തിമനെ നമ്മളെ ചതിച്ചു. അവൻ ഇന്നലെ രാത്രി സുഭദ്രാമയുടെ തെങ്ങേക്കയറി തേങ്ങിട്ട് കൊടുത്തു. സത്യമാണോടെ നീ പറഞ്ഞത്? വാറ്റിയെടുത്ത നാടൻ ചാരായം പോലെ പരമാർത്ഥമായ സത്യം. വെള്ളയും വെള്ളിട്ടിരിക്കുന്ന കള്ളൻ. അയ്യോ, എന്നെ തല്ലരുത്. ബ്രീഫ് കേസിലുണ്ടായ പ്രോജക്ട് റിപ്പോർട്ടുകൾ പുറത്തായപ്പോ ഞാൻ പെട്ടുപോയതാ. ഇവിടത്തുകാരനോട് നന്ദികേട് കാണിച്ചാൽ പോർക്കില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിന്നെ വാർഡ് മെമ്പർ ആക്കിയതും ഈ വില്ലിന് അവാർഡ് വാങ്ങിക്കൊടുത്തതും ഇവിടെ വെള്ളവും വെളിച്ചവും നടപ്പാതയും തോടും റോഡും അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ പെരുങ്ങോട്ടുകാരക്കാർ അനുഭവിക്കുന്നതെല്ലാം പാർത്തമ്പിള്ള ഉണ്ടാക്കിയെടുത്തതാ. അഹങ്കാരി. എന്നിട്ട് എന്റെ പാളയത്തിൽ നിന്ന് എനിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയ ഇവൻ പാർത്തമ്പിള്ളയെ മാത്രമല്ല ചതിച്ചത്, ഈ വാർഡിൽ ഒരു കക്കൂസ് പോലും പണിയാതെ ഈ നാട്ടുകാരെ മുഴുവനാ പറ്റിച്ചത്. ഇല്ലാത്തൊരു ദാരിദ്ര്യരേഖയുടെ പേരും പറഞ്ഞേ പഞ്ചായത്തു നിന്നുള്ള സകല ആനുകൂല്യങ്ങളും ഇവൻ തട്ടിയെടുക്കരുന്നില്ലേ? ഈ പെരുങ്ങോട്ടുകരയിൽ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ദാരിദ്ര്യരേഖ? അങ്ങനെ ഒരു രേഖയുണ്ട്. കാണിക്കടാ. അത് പിന്നെ അത് ഇത് എന്നൊന്നും പറഞ്ഞാൽ നീ ഇവിടുന്ന് രക്ഷപ്പെടണം. മര്യാദയ്ക്ക് ആ രേഖ കാണിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ മതി. നിങ്ങൾക്ക് ദാരിദ്ര്യരേഖ കാണണം. കാണിച്ചുതരാം. ഇനി വന്നേ, ഒന്ന് താത്തേ. ഇതെന്താ? ദാരിദ്ര്യരേഖ കാണിക്കപ്പെടുമെങ്കിൽ അടി എന്തെങ്കിലും ഇട്ടൂടെ? ഈ കാണുന്നതാണ് ദാരിദ്ര്യരേഖ. കണ്ടോ? കണ്ട കൺകുളിർക്കെ കണ്ടോ?
ഐ പൗഡർ ഓഫ് യു. ഇവിടെ ബ്ലേഡ് ഇല്ലേ? നീ കുറച്ചുകൂടെ പതപ്പിക്കാൻ തുടങ്ങിട്ട്. വില്ല് നാളെ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോ നല്ല ചുള്ളനായിട്ട് പോണ്ടേ. അപ്പൊ ശരിക്ക് പതപ്പിച്ചു. ചേട്ടോയ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പൊ 1 മണിക്കൂർ കയറിക്കല്ലേ? ആ അതെ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട് പോകും. ഇവൻ എവിടുന്ന് വരുന്നു വില്ലിനറിയോ? എവിടെന്നാ വരുന്നതെന്ന് അറിയില്ല, പക്ഷെ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നേരെ പോകുന്നത് നിന്റെ കെട്ടിയോളുടെ അടുത്തേക്കാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ഇതെന്താ മരം കൊത്തിയും കുറെ പെണ്ണുങ്ങളും കുടുംബശ്രീ ജാഥ. എടാ വില്ല് വേലായുധാ, നീ ഇന്നലെ ഈ അങ്ങാടിലിട്ട് എനിക്കിട്ടൊരു പണി തന്നു. നിനക്ക് കിട്ടിയെന്ന് പോടാ. എടാ, എനിക്ക് കിട്ടിയത് ആണുങ്ങളുടെ കയ്യിൽ നിന്നാ, പക്ഷെ നിനക്ക് കിട്ടാൻ പോണ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നാ. പെണ്ണുങ്ങളാ? എന്തിന്? എന്താ സൗകര്യമാരെ പ്രശ്നം? പറഞ്ഞു കൊടുക്ക്. എന്താ പ്രശ്നമെന്നോ? ഈ മണി പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞത്. ഇവൻ സത്യം പറഞ്ഞു. നിനക്ക് 4-5 പേർക്ക് ഞാൻ കാശ് തരാമെന്നുള്ള കാര്യം സത്യമാ. നാളെ അവാർഡ് കിട്ടുമ്പോ ഞാനത് തിരിച്ചു തരും. 4-5 പേർക്കോ? ഈ ലിസ്റ്റ് കണ്ടോ? എന്റെ മിനി മുതൽ ഈ വാർഡിലെ വോട്ടർ പട്ടികയിൽ കാണുന്ന ഒരാളെ പോലും ഇവൻ ഒഴിവാക്കിയിട്ടില്ല. 10,000 രൂപ ഇവന് കിട്ടാനുള്ളൂ. 50,000 രൂപ കടം വാങ്ങി കഴിഞ്ഞു. എങ്ങനെ കൊടുക്കും? അതിപ്പോ അറിയണം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. കാശിന്ന് വരും, നാളെ പോകും, മറ്റന്നാ തിരിച്ചു വരില്ല. പക്ഷേ രാജ്യം നേരിടുന്ന ഭീകര ഭീഷണി, ആഗോള സാമ്പത്തിക തകർച്ച, ആസിയൻ കരാർ ഉണ്ടാക്കാൻ പോകുന്ന അപകടം, കേരളത്തിൽ എങ്ങിങ്ങായി അരങ്ങേറുന്ന സ്ത്രീപീഡനം, പ്രകൃതിക്ഷോഭം, ആന്തരവായു, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ എന്റെ അവാർഡ് നിരസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ after my shaving and cutting, okay? ഇതൊക്കെ അവന്റെ തട്ടിപ്പാണ്. വിടരുതവന്. ചെല്ല്, വേഗം ചെല്ല്. അത് തുടങ്ങി. എന്താ മെമ്പർ അകത്തൊരു അകത്ത് ഗ്രാമോത്സവത്തിനുള്ള വില്ലടിച്ചാമ്പാട്ടിന്റെ റിഹേഴ്സൽ നടക്കുക ആണല്ല, പെണ്ണുങ്ങളാ. കഴിഞ്ഞ കൊടുത്തിട്ടുണ്ട്, ശരിക്കും കൊടുത്തിട്ടുണ്ട്. അല്ല പിന്നെ ഈശ്വരാ, വെളുക്കാൻ തേച്ചത് പതയായ. തങ്കമണി, തങ്കമണി, എല്ലാരും ഉണ്ടല്ലോ. ഇന്നത്തെ പത്രം വായിച്ചോ? വായന കുറവാണല്ലേ? എങ്കിലിതാ വായിക്ക. വേണ്ട, തങ്കുവിന് ഞാൻ വായിച്ചു തരും. ഹരിത വിപ്ലവത്തിനായി വിദ്യാർത്ഥികൾ പെരിങ്ങോട്ടുകരയിൽ. വർഷങ്ങളായി കൃഷി ഇറക്കാൻ അനുവദിക്കാതെ പാർത്ഥൻ പിള്ള എന്ന വികസന വിരോധിയും മകനും കൈയടക്കി വച്ച കൃഷിഭൂമിയിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കൃഷിയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ ഹരിത വിപ്ലവത്തിന് വേണ്ടി ധീരമായി ഇടപെടുന്നു എന്ന് വില്ലുവേലായുധൻ. വില്ലുവേലായുധനോ? നമ്മുടെ കൂടെ വരാത്ത വില്ലുവേലായുധനെ പാർത്ഥൻ പിള്ളയിൽ നിന്ന് കറ്റാൻ ഞാനാണ് ഈ വാർത്ത വില്ലുവേലായുധന്റെ പേരിൽ പത്രത്തിലിട്ടത്. എങ്ങനെയുണ്ട് എന്റെ കുബുദ്ധി? ഇനി വില്ലുവേലായുധന്റെ എല്ലൊടിഞ്ഞത് തന്നെ. വില്ലിനോട് മകൻ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തമായിട്ടായിരിക്കും വില്ലിന് അക്കാദമി അവാർഡ് വാങ്ങിച്ചു കൊടുത്തത്. എനിക്ക് നേടിത്തന്ന ഈ മെമ്പറിന്റെ കുപ്പായം ഞാൻ അഴിച്ചു മാറ്റാൻ പോവുക. എനിക്കിനി മെമ്പറായി തുടരണ്ട. ഇനി ഒരു പരാതിയും പരിഭവമായിട്ട് ഞങ്ങൾ ഈ മുറ്റത്ത് വരില്ല. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരായ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ചിത്രഭാനു ആ പാവം വില്ലുവേലായുധനോട് കാണിച്ച മഹാപരാധം പെരിങ്ങോട്ടുകരക്കാര് പൊറുക്കില്ല. മക്കളെ, ഇനി നിങ്ങളുടെ സമയമാ. നിങ്ങളോട് അമ്മാവൻ കാണിച്ച ഓരോ നെറികേടിനും എണ്ണി എണ്ണി ചോദിക്കണം. ഇന്നലെ വരെ പാർത്ഥൻ പിള്ള ജയിച്ചു. ഇനിയുള്ള ജയം സുഭദ്രാമ്മയ്ക്ക. ഒന്ന് മാറിക്കേ. സൈഡ് പ്ലീസ്.
ഹായ്. ഒരു പരസ്യം വന്നപ്പോഴേക്കും ടോയ്ലറ്റിൽ എന്തോ ഒരു തിരക്ക്. ഈ ക്യാമ്പസിലെ സകലമാന ടോയ്ലറ്റുകളുടെയും ബ്രാൻഡ് അംബാസഡർമാരെ ഞങ്ങൾ വന്ന് നന്നായി കാണട്ടെ. ഫാന്റാസ്റ്റിക്. ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേരണം. ആളിയോ ലാറ്റിൻ അമേരിക്കൻ മോഡൽസിനെ പോലും വെല്ലുന്ന ലാട്രിൻ മോഡൽസ്. ഇവരാണ് നമ്മുടെ റോൾ മോഡൽ.